അങ്ങനെ നമ്മുടെ കലാഭവൻ നിവാസം നമ്മളോട് വിട പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ചോദിക്കട്ടെ. മലയാള സിനിമ മേഖലയിൽ അഭിനയ രംഗത്തുള്ളവർക്ക് ആയുസ് കുറവാണോ? നടി മിസ്കുമാരി 37-ാമത്തെ വയസ്സിൽ മരിച്ചു. പ്രേം നസീറും സത്യനും 63-ാമത്തെ വയസ്സിലും 59-ാമത്തെ വയസ്സിലും മരിച്ചു. ഇതൊന്നും ഒരു മരിക്കേണ്ട പ്രായമാണോ? അതുപോലെ തന്നെ സോമൻ, സുകുമാരൻ, ജയൻ, രതീഷ് ഇവരൊക്കെ എത്ര വയസ്സിൽ മരിച്ചു എന്ന് നമുക്കറിയാം. അതൊന്നും ഒരു മരിക്കേണ്ട പ്രായം അല്ല, ഒരിക്കലുമല്ല. പിന്നെ തിരുവിതാംകൂർ സഹോദരിമാരെ ലളിത, പത്മിനി, രാഗിണി. അതിൽ ലളിത 52 വയസ്സിലും രാഗിണി 39 വയസ്സിലും മരിച്ചു. പിന്നെ നമുക്കറിയാം ശാലിനി, എൻ്റെ കൂട്ടുകാരിയിൽ അഭിനയിച്ച ശോഭ. പിന്നെ മയൂരി എന്നൊരു നടിയുണ്ടായിരുന്നല്ലോ. പിന്നെ മോണിഷ, നമുക്കറിയാം എത്ര വയസ്സിൽ മരിച്ചു, വളരെ യങ് ഏജിൽ മരിച്ചു ഇവർ 3 പേരും. പിന്നെ വിജയശ്രീ മരിക്കുമ്പോൾ ഏതാണ്ട് 22-23 വയസ്സേ ഉള്ളൂ. പിന്നെ സിൽക്ക് സ്മിത. റാണി ചന്ദ്ര മരിക്കുമ്പോൾ 27 വയസ്സുള്ളൂ. ഫ്ലൈറ്റ് ക്രാഷായി മരിക്കുമ്പോൾ റാണി ചന്ദ്രയും അവരുടെ 3 സഹോദരിമാരും അമ്മയും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. പിന്നെ റാണി പത്മിനിയും അമ്മയും ചെന്നൈയിൽ അവരുടെ വസതിയിൽ മരിക്കുമ്പോൾ റാണി പത്മിനിക്ക് ഏതാണ്ട് 10-25 വയസ്സേ ഉള്ളൂ. പിന്നെ സൗന്ദര്യ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ട്? 32 വയസ്സേ ഉള്ളൂ. കൽപ്പന 50-ാമത്തെ വയസ്സിൽ മരിച്ചു. ശ്രീദേവിയും ശ്രീവിദ്യയും ഇവരേതാണ്ട് 55-ാമത്തെ വയസ്സിൽ ഏകദേശം മരിച്ചു. പിന്നെ നമുക്കറിയാം സുബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അറിയത്തില്ല, ഏതാണ്ട് 10-40 വയസ്സുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ മുരളി, നരേന്ദ്രപ്രസാദ്, NF വർഗീസ്. മുരളിക്ക് 54-ഉം നരേന്ദ്രപ്രസാദിന് 59-ഉം NF വർഗീസിന് 53-ഉം വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടൂർ ഭാസി മരിക്കുമ്പോൾ 63 വയസ്സ്. നടി ചിത്ര മരിക്കുമ്പോൾ യങ് ഏജിൽ തന്നെ മരിച്ചില്ലേ. പിന്നെ ഏറ്റവും അവസാനം കലാഭവൻ മണി മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 50 വയസ്സ് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനം കലാഭവൻ നവാസും അങ്ങനെ നമ്മളോട് 51-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിനയ രംഗത്തുള്ളവർക്ക് ആയുസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് കിട്ടിയ ഇൻഫർമേഷൻ. ഇനിയും ഒരു പക്ഷേ വേറെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും.